മാസപ്പടി കേസ് വിവാദത്തിൽപ്പെട്ട് വെട്ടിലായ വീണ വിജയൻ ഇപ്പോൾ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും കുരുക്കിലാക്കി എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് SFIO അന്വേഷണം തുടങ്ങിയ വീണ വിജയനെതിരെയുള്ള കേസ് ഇപ്പോൾ ചൂടുപിടിച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ പാർട്ടിയെയും മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനെയും പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലുമായിട്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥ വിഭാഗത്തിലോ വകുപ്പ് തലത്തിലോ ഉള്ള അഴിമതി അല്ല ഇത്. മുഖ്യമന്ത്രിയുടെ സ്വന്തം മകള് നേരിട്ട് നടത്തിയ ഒരു ഇടപാടാണ്. മകളെ സംരക്ഷിക്കാൻ ഒരച്ഛൻ എന്ന നിലയിൽ നമ്മുടെ പിണറായി സംസ്ഥാനത്തെ ഒറ്റുകൊടുക്കുമോ? മകളെ ചൂണ്ടിക്കാട്ടുമോ? ഇതാണിപ്പോൾ നമ്മളെല്ലാം ഉറ്റുനോക്കുന്നത്. ഇതിനൊക്കെ പുറമെ ധാർമ്മികതയുടെ നിലയിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമോ പിണറായി? മുഖ്യമന്ത്രിയുടെ മരുമോനും വീണയുടെ ഭർത്താവും മന്ത്രിയുമായ പാർട്ടിയിൽ ഉദിച്ചുയർന്നു വരുന്ന സൂര്യൻ എന്നൊക്കെ കരുതപ്പെടുന്ന PWD വകുപ്പ് മന്ത്രി റിയാസിന്റെ ഭാവി ഇനി എന്തായിരിക്കും? പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് റിയാസിന്റെ പേരൊക്കെ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ സമയത്താണ് ഇങ്ങനൊരു വിവാദം ഇപ്പോൾ കത്തി വരുന്നത്. നേതാക്കളുടെ മക്കൾ ചെന്നുപെടുന്ന കേസുകളിലൊക്കെയും CPM ഇതുവരെ ഒരു സംരക്ഷണ കവചം തീർത്തിരുന്നില്ല. എന്നാൽ വീണ വിജയൻ്റെ കാര്യത്തിൽ അങ്ങനെ അല്ല. ചെയ്യാത്ത സേവനത്തിന് വീണയുടെ കമ്പനി നടത്തിയ അഴിമതിയിൽ SFIOയുടെ അന്വേഷണം വന്നപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഗൂഢാലോചന എന്ന് പറഞ്ഞ് CPM പ്രതിരോധം തീർത്ത് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. കോടിയേരിയുടെയും EP ജയരാജൻ്റെയും മക്കൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ കൈകഴുകി നിന്ന പാർട്ടി പക്ഷേ വീണ വിജയൻ്റെ കാര്യത്തിൽ പ്രതിരോധം അറിയിച്ച് രംഗത്ത് വന്ന് ഒരു കവചം തീർത്ത് നിലകൊള്ളുകയായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവനയിലൂടെയാണ് ആദ്യം പാർട്ടി ഈ പ്രതിരോധം കവചം തീർത്തത്. ഇതിൽ മുഖ്യമന്ത്രിയിലേക്ക് ആരോപണത്തിൻ്റെ മുന കൂർപ്പിക്കേണ്ട എന്നതാണ് പാർട്ടിയുടെ നിലപാട്. പിന്നീട് സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. SFIയുടെ അന്വേഷണം പൂർത്തിയാക്കി പ്രോസിക്യൂഷന് കേന്ദ്ര കമ്പനി കാര്യ നിയമ മന്ത്രാലയം അനുമതി നൽകിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി ഡൽഹിയിൽ ഒരു അനൗദ്യോഗിക കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയിൽ ഒരു വല്ലാത്ത ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. അന്വേഷണ കാലയളവിൽ കേന്ദ്രത്തെ സ്വാധീനിക്കാനാണ് ഈ കൂടിക്കാഴ്ച എന്ന ആരോപണം പ്രതിപക്ഷം നിയമസഭയിൽ പോലും ഉയർത്തി. ഏതായാലും 24-ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ ഈ വിഷയം കൊണ്ടുവരുന്നത് പാർട്ടിയെ ഒരു വല്ലാത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇതിനിടെ എക്സാലോജിക്കും CMRML അടക്കമുള്ള 12 സ്ഥാപനങ്ങളും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ED പ്രാഥമിക അന്വേഷണം തുടങ്ങിയും കഴിഞ്ഞു. KSIDCക്ക് ഓഹരി പങ്കാളിത്തം ഉള്ളതിനാൽ CMRL അനധികൃത പണമിടപാട് നടത്തുന്നത് പൊതു ഖജനാവിൽ നിന്ന് പണം കൊള്ളയടിക്കുന്നതിന് തുല്യമാണെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. SFIO അന്വേഷണം തടയണമെന്ന വീണ വിജയൻ്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതോടെ എക്സാലോജിക്ക് ഡൽഹി കോടതിയിൽ ഹർജി സമർപ്പിക്കുകയായിരുന്നു. കേസിൽ വാദം പൂർത്തിയാക്കി വിധി പറയാനിരിക്കെ ജഡ്ജി സ്ഥലം മാറിപ്പോയതോടെ വീണ്ടും വാദം കേൾക്കേണ്ട അവസ്ഥയിലുമായി. അതേസമയം തുടർ നടപടി റദ്ദാക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിക്കാതെ വന്നതോടെയാണ് SFIയുടെ ഈ വേഗത്തിലുള്ള ഈ നീക്കം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇടപാടിൽ അനധികൃതമായി സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ടോ എന്ന് ED തിരക്കുന്നുണ്ട്. കുറ്റം തെളിഞ്ഞാൽ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് വീണ വിജയൻ നടത്തിയിട്ടുള്ളത്. 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടം എന്നതാണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം നിലനിൽക്കുന്നത്. 2016-ലാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. ഈ കാലയളവിലാണ് ഇല്ലാത്ത സേവനത്തിനായി ഈ തുക നൽകിയത് എന്നതാണ് പ്രധാനം. അത് ഏതടിസ്ഥാനത്തിൽ എന്നതാണ് അന്വേഷണ ഏജൻസികൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കേസ് അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടായി എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് ഈ പണ കൈമാറ്റം നടന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു കഴിഞ്ഞു. സർക്കാരിന് ഒരു തലവേദനയായി ഉയർന്നു വന്ന ഈ അഴിമതിയിൽപ്പെട്ട് പാർട്ടിയും സർക്കാരും ഇപ്പോൾ നട്ടം തിരിയുകയാണ്. ഇത് പാർട്ടിക്ക് ഏറ്റവും ഗുണകരമല്ലാത്ത ഒരു രീതിയാണ് താനും. പിണറായി വിജയനും സ്വന്തം മകളുടെ കാര്യത്തിൽ എന്ത് നിലപാട് എടുക്കുമെന്നതാണ് കേരളം ഇപ്പോൾ നോക്കിയിരിക്കുന്നത്. ഇതിലൊക്കെ ഉപരി ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെട്ട PV എന്ന വ്യക്തി
അതാരാണ് എന്നുള്ളത് ഈ വരും ദിവസങ്ങളിൽ തെളിയും എന്നതുകൊണ്ടായിരിക്കാം CPM ഒരു മാതൃകാ പാർട്ടി എന്ന് അവകാശപ്പെട്ടിട്ടുള്ള സംഘടന നിയമത്തിന് വെല്ലുവിളിച്ച് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരുമോ എന്ന്. അതുകൊണ്ടായിരിക്കാം പാർട്ടി ഇത്തരമൊരു കവചം മുഖ്യമന്ത്രിക്ക് ഒരുക്കുന്നത്. അടുത്ത വർഷം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പും മുന്നിലുള്ളപ്പോൾ CPM ഈ വിഷയത്തിൽ പെട്ട് പൊള്ളും എന്നതിൽ ഒരു തർക്കവുമില്ല. ഈ അഴിമതിയിൽപ്പെട്ട വീണ വിജയനെ CPM സംരക്ഷിക്കുക വഴി ഇടതുപക്ഷത്തിന് മാത്രം വരുന്ന ഈ കളങ്കമല്ല ഇത്. രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തെ തന്നെ കളങ്കപ്പെടുത്തുന്ന ഒരു നീക്കമായിരിക്കും. ഇത് തിരിച്ചറിയുന്ന ജനം കൃത്യതയോടുകൂടി തങ്ങളുടെ സമ്മതിദാനാവകാശം നിർവഹിച്ചാൽ ഇവിടെ CPM സ്വാഹ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.